ഒരു പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മള് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് പിതാവിന്റെ ആഗ്രഹം. അങ്ങനെയാകുമ്പോൾ യേശു ഒരുപാട് സഹോദരന്മാരിലും മൂത്തവനാകും. നമ്മളെല്ലാവരും യേശുവിന്റെ സ്വരൂപത്തിലേക്ക് അനുരൂപപ്പെട്ടവർ ആയിരിക്കും എന്നുള്ളതാണ് പിതാവ് നമ്മളെപ്പറ്റി ഉദ്ദേശിക്കുന്നത്. പിതാവിന്റെ ഹിതം അതാണ്. അപ്പോൾ യേശുവിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പിതാവും യേശുവും ഒന്ന് തന്നെയാണല്ലോ. അപ്പം അവര് ട്രിനിറ്റീന്റെ സ്വഭാവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുക എന്നുള്ളത്, ജനറസ് ആയിരിക്കും അല്ലെ, ഒരുപാട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം പിതാവിനെ പറ്റി അറിയാൻ തന്റെ പുത്രനെ പോലും അല്ലെ നമ്മൾക്ക് വേണ്ടി തന്നതാണ്. ഉള്ളി ബിഗോട്ടൻ സൺ ആയിട്ടുള്ള പുത്രനെ ആദരിക്കാൻ നമ്മൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നതാണ് പിതാവിന്റെ സ്വഭാവം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു പിതാവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുക തന്റെ പുത്രനെ പോലെ ആവുമെന്നുള്ളതാണ്. പുത്രൻ തന്നെ താഴ്ത്തിക്കൊണ്ട് അല്ലെ, തനിക്കുള്ളതെല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട് അല്ലെ, തന്നെ പൂവറാക്കിക്കൊണ്ട് പാപ്പരാക്കിക്കൊണ്ട് ലോകത്തിലേക്ക് വന്നപ്പോ ആ യേശുവിന്റെ ദാരിദ്ര്യം മൂലം നമ്മൾക്ക് അല്ലെ, തന്നെ പാപ്പരാക്കിയത് കൊണ്ട് പൂറാക്കിയത് കൊണ്ട് നമ്മൾക്ക് റിച്ച് ആകാൻ സാധിച്ചു അല്ലെ. നമ്മള് പാപത്തിന്റെ പിടിയിലായിരുന്നവര് അല്ലെ, അവിടെ നിന്നെല്ലാം നമ്മളെ മോചിതരാക്കിക്കൊണ്ട് യേശുവിന്റെ ഒപ്പം ഇന്ന് സ്വർഗത്തിന്റെ റിലംസിൽ നമ്മൾ ഇരുത്തിയിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. ആ ഒരു സിറ്റുവേഷനെ കൊണ്ടുവന്നത് യേശു തന്നെ കൊടുക്കാൻ താല്പര്യം ഉള്ളപ്പോഴാണ്, കാണിച്ചപ്പോഴാണ് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാല് ദൈവത്തെ അനുകരിക്കുക എന്ന് പറയുവാണ്. അപ്പൊ അങ്ങനെയാകുമ്പം കൊടുക്കുന്നവരായിരിക്കുക, ജനറസ് ആയിരിക്കുന്നവർ ആയിരിക്കുക. ജനറോസിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു കഴിവെന്ന് പറഞ്ഞാൽ അതൊരു കൃപയാണ്, ദൈവത്തിൽ നിന്നുള്ളൊരു കൃപയാണ്. അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവ് ഈ സമയത്ത് നന്ദി പറയുന്നു. കർത്താവ്, ഓ ലോഡ് ഫാദർ, അങ്ങനെ ഒരുപാട് അകലത്തിലായിരുന്ന വ്യക്തികളായിരുന്നു ഞങ്ങൾ കർത്താവ് ലോഡ് ഫാദർ. പക്ഷെ ഇന്ന് അങ്ങയുടെ അടുത്തേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുക. അങ്ങ് തന്നെ ഞങ്ങളെ തേടിയെത്തിയ സ്നേഹം കർത്താവ് ലോഡ് ഫാദർ. ഞങ്ങളെ തേടിയെത്തി എല്ലാ ദിവസവും എന്നും അങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന കർത്താവ് ലോഡ് ഫാദർ. ഞങ്ങൾ അങ്ങേ തേടിയെത്തിയ, പക്ഷെ ഞങ്ങളെ തേടിയെത്തിയ സ്നേഹം ഞങ്ങളെ വീണ്ടും എടുത്തുകൊണ്ട് കർത്താവ് ലോഡ് ഫാദർ ഇന്ന് അങ്ങയുടെ പുത്രനെ പോലെ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും കർത്താവ് ലോഡ്. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. അങ്ങ് വളരെയധികം ജനറസ് ആണ്. സ്വന്തം പുത്രനെ പോലും കർത്താവ് ലോഡ് ഫാദർ ഒരിക്കൽ പോലും ഒരു പാപം പോലും ചെയ്യാത്ത, പാപമില്ലാത്ത, പരിശുദ്ധരായിരിക്കുന്ന സ്വന്തം പുത്രനെ പോലും പാപികളായിട്ടുള്ള ഞങ്ങൾക്ക് വേണ്ടി തന്നതാണ് അങ്ങ് കർത്താവ്. ആ ഒരു മനസ്സ്, യേശുവിലുള്ള മനസ്സ് കർത്താവ് ലോഡ് ഫാദർ, തന്നെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് ബലി കൊടുക്കാൻ കാണിച്ച മനസ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ കൊടുക്കാൻ കാണിച്ച മനസ്സ്, അത് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ പിതാവേ. യേശുവിന്റെ നാമത്തിന്റെ അമ്മ ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നെ നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡിനെ കണ്ണുവാ തുറക്കണം അപേക്ഷിക്കുന്നു. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണം പിതാവെ. അങ്ങേക്കായിട്ട് നന്ദി പറയുന്നു. പുത്രനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡായിട്ട് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിന്റെ അമ്മ. രണ്ടാമത്തെ കൊരിന്ത്യരിലേക്ക് പോകും. രണ്ടാമത്തെ കൊരിന്ത്യന്റെ 8ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 7 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വായിക്കാം. രണ്ടാമത്തെ കൊരിന്ത്യന്റെ 8ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 7 വരെയുള്ള വാക്കുകൾ ഒന്ന് വായിക്കാം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പൊ മക്കദോന്യ സഭകൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ദൈവകൃപയെ പറ്റി പോള് കൊരിന്ത്യൻ സഭയോട് പറയുന്നു. ഇപ്പൊ ദൈവകൃപ എന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുന്നത് പ്രീച്ച് ചെയ്യാനുള്ള ഒരു കൃപ, അല്ലെങ്കിൽ പാട്ട് പാടാനുള്ള കൃപ, അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കൃപ, അങ്ങനെയുള്ള കൃപയെ പറ്റിയൊക്കെയാണല്ലോ എല്ലാവർക്കും താല്പര്യം അല്ലെ. ഇത് ഇവിടെ 7ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കും: വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള എന്നിങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്ന പോലെ എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ വിശ്വസിക്കാനുള്ള ഒരു കൃപ, ഒരു ഗ്രേസ് അല്ലെ. ദൈവകൃപ ഗ്രേസ് ഓഫ് ഗോഡ് അല്ലെ. ഇപ്പൊ ഗ്രേസ് ഓഫ് ഗോഡ് നമ്മൾ പറയുമ്പോൾ, ദൈവത്തിന്റെ കൃപ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് എല്ലാത്തിലും എക്സൽ ചെയ്യുന്നതിന് വേണ്ടി അല്ലെ, എല്ലാ കാര്യത്തിലും നല്ല മിടുക്കരാകുന്നതിന് വേണ്ടിയുള്ള ഒരു കൃപ, അങ്ങനെ അതിനു വേണ്ടി കൃപ അല്ലെ, ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. അപ്പൊ ചില ആൾക്കാരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം ഇത്: ഓ, ദൈവത്തിന്റെ കൃപ കാരണം ഞങ്ങൾ എങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നുണ്ട് അല്ലെ. ഇപ്പൊ എങ്ങനെയുണ്ട് ജീവിതം എന്നൊക്കെ നമ്മൾ ആരോടെങ്കിലും ചോദിക്കുമ്പോൾ ചിലരെങ്കിലും ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ: ദൈവത്തിന്റെ കൃപ കാരണം അല്ലെ, ഗ്രേസ് കാരണം ഞങ്ങൾ അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു. ദൈവത്തിന്റെ ഗ്രേസ് വന്നിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവര് നമ്മള് എന്താ പറയണേ, ദൈവത്തിൻ്റെതാണ് ഗ്രേസ്, അല്ലാതെ അത് ചെറുതൊരു കാര്യമില്ല. ദൈവത്തിന്റെ ഗ്രേസ് വന്ന ആൾക്കാരാണ് എബ്രഹാമും എന്താ പറയുക ഐസക്കും ജേക്കബും ഡേവിഡും മോസസും ഒക്കെ ദൈവത്തിന്റെ കൃപ കിട്ടിയ ആൾക്കാരാ അല്ലെ. അപ്പൊ അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാരായിട്ട് തീരുന്നത് അല്ലെ, അങ്ങനെ ദൈവത്തിന്റെ കൃപ ഉള്ള ആൾക്കാർ. അപ്പൊ അല്ലാതെ വെറുതെ അയ്യോ ഞാനിങ്ങനെ ദൈവത്തിന്റെ കൃപ കാരണം ഞാൻ ജീവിച്ചു പോവുകയാണ് എന്ന് പറയുന്ന അങ്ങനെ ഒരു
അതല്ല, അങ്ങനെ പഴങ്കഞ്ഞി കുടിച്ച പോലുള്ള ഒരു കാര്യമല്ല ദൈവത്തിന്റെ കൃപ വന്നു കഴിഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് വെച്ചാല്. അപ്പൊ അതല്ല എന്റെ ടോപ്പിക്. ഇവിടെ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, മക്കതോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പൊ മക്കതോന്യ സഭയ്ക്ക് ദൈവത്തിൽ നിന്നൊരു ദൈവകൃപ ലഭിച്ചിരിക്കുന്നു അല്ലെ. അപ്പൊ അതിനെപ്പറ്റി സഭയ്ക്കുള്ള സഭകൾക്ക് അല്ലെ ദൈവകൃപ ലഭിച്ചിരിക്കും. അപ്പൊ അതെന്ത് കൃപയാണെന്നാണ് ഇനി താഴേക്ക് പോള് പറയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. പക്ഷെ നമ്മളോടുകൂടെ ഹോളി സ്പിരിറ്റ് പറയുവാണ്, കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കുവാൻ കാരണമായി തീർന്നു. അപ്പൊ ഇതാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന കൃപ. അപ്പോ മക്കതോന്യ സഭ വളരെയധികം പേഴ്സിക്യൂഷനിൽ കൂടെ, കഷ്ടപ്പാടിൽ കൂടെ അല്ലെ, യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു എന്നുള്ള കാരണം കൊണ്ട് മറ്റുള്ളവരാൽ എന്താ പറയുക പേഴ്സിക്യൂട്ട് ചെയ്യപ്പെടുന്ന, കഷ്ടത അനുഭവിക്കുന്ന ഒരു സഭയായിരുന്നു അത്. അതോടൊപ്പം തന്നെ ദാരിദ്ര്യം, മഹാദാരിദ്ര്യവും, അതെല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ, ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ അവർ കടന്നു പോകുന്ന സമയത്തും കൂടെ അവര് ഭയങ്കര സന്തോഷമാണ് അവർക്കല്ല, അവർ ജോയ് അനുഭവം, അവരുടെ മനസ്സ് മുഴുവൻ ഇങ്ങനെ ഓവർഫ്ലോ ചെയ്യുന്ന ജോയ്, ദൈവത്തിൽ നിന്നുള്ള ആ ഒരു സന്തോഷമാണ് അല്ലെ. ആ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യത്തിലും ധാരാളം ഔദാര്യം കാണിക്കുവാൻ കാരണമായി തീർന്നു. അപ്പൊ ദൈവം കൊടുത്തിരിക്കുന്ന കൃപ ഇതാണ്, അവരുടെ കഷ്ടപ്പാടിന്റെ ഇടയിൽ അവര് മനസ്സ് നിറച്ച് ഓവർഫ്ലോ ചെയ്യുന്ന സന്തോഷ സമൃദ്ധി അവർക്കുള്ളത്. അതോടൊപ്പം തന്നെ ധാരാളം ഔദാര്യം കൊടുക്കാൻ, ജനറസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി, ജനറസ് ആയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൃപ ദൈവം ഇവർക്ക് കൊടുത്തിരിക്കുകയാണ് അല്ലെ. മറ്റുള്ളവരെന്ന് പറയുമ്പോ ജെറുസലേമിലേക്കുള്ള ചർച്ചിന് വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടി അല്ലെ, പാവപ്പെട്ട അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൃപ അല്ലെ, ഇല്ലാത്തവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൃപ ദൈവം കൊടുത്തിരിക്കുക. അതാണ് ആ ഒരു ദൈവത്തിന്റെ കൃപയാണ് മക്കതോനിയിലുള്ള ചർച്ചുകൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു കൃപയെ പറ്റി ആരെങ്കിലും വിചാരിക്കുവോ? മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു കൃപ അല്ലെ, ജനറസ് ആയിരിക്കാനുള്ള അല്ലെ, മറ്റുള്ളവർക്ക് അകമഴിഞ്ഞു കൊടുക്കാൻ ഒരു കൃപ, അങ്ങനെ ഒരു കൃപ ഉണ്ട്. ദൈവം ഒരു ഗ്രേസ് ഉണ്ട്, അത് തരാൻ ദൈവം തയ്യാറാണ്. പക്ഷെ എത്ര പേര് നമ്മുടെ ഇടയിൽ ചോദിക്കാൻ തയ്യാറാണ് അല്ലെ. അപ്പൊ ഇനി മൂന്നാമത്തെ വാക്ക് താഴേക്ക് വായിക്കുവാണെങ്കിൽ 3-7 വരെ വായിക്കുവാണെങ്കിൽ, വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയെ സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷ്യം. അതും ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല, അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിന് പിന്നെ ദൈവേഷ്ടത്തിന് ഒത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണം എന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം എന്നിങ്ങനെ എല്ലാത്തിനും നിങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്ന പോലെ ഈ കാര്യത്തിൽ മുൻപന്തിയിൽ വരുവൻ. അപ്പൊ ഇവിടെ ഈ മക്കതോനിയക്കാരെ പറ്റി ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് 5-ാമത്തെ വാക്കിൽ ഇങ്ങനെ പറയുക, ഞങ്ങൾ വിചാരിച്ചിരിക്കുന്ന പോലെയല്ല, അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിന് പിന്നെ ദൈവത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു അല്ലെ. അപ്പൊ ഇവിടെ ഇങ്ങനെ പറയുക, കൊടുക്കുക എന്നുള്ളത് അല്ലെ, ദൈവത്തിന്റെ കയ്യിലേക്ക് തങ്ങളെ തന്നെ ഏൽപ്പിക്കുക എന്നുള്ളതും ജനറസ് ആയിരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ എന്താ പറയുക ഹിതമാണ്. അതനുസരിച്ചാണ് ഈ മക്കതോനിയയിലുള്ള സഭക്കാര് ആൾക്കാര്, ചർച്ചിലുള്ള ആൾക്കാർ ഇങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒന്നുമില്ല, അവരുടെ കയ്യിൽ പട്ടിണിയാണ് അല്ലെ. അപ്പൊ അവർക്ക് പറ്റുന്നതും പറ്റുന്നതിനേക്കാൾ കൂടുതലും അവർ കൊടുത്തിരിക്കുന്നു. പട്ടിണി ഒരു വശത്ത്, അതിന്റെ ഒപ്പം തന്നെ വിശ്വാസത്തിൽ വന്നു എന്നുള്ള കാര്യം കൊണ്ട് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അനുഭവിക്കുന്ന കഷ്ടത വേറെ സമയത്ത്, വേറെ സ്ഥലത്ത് അല്ലെ. അങ്ങനെയെന്ന് പറയുമ്പോ രണ്ടും കഷ്ടതയും പട്ടിണിയും എല്ലാം കൂടെ കൂട്ടി ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ അവർ കടന്നു പോകുന്ന സമയത്തും കൂടെ സന്തോഷം കൊണ്ട്, അവരുടെ സന്തോഷ സമൃദ്ധിയാണ് അവർക്കുള്ളത് അല്ലെ, സന്തോഷമാണ് അവർക്ക്. അവർ യേശുവിനെ കണ്ടെത്തിയെന്നുള്ള സന്തോഷം അല്ലെ, യേശുവിനെ അവര് കണ്ടെത്തില്ല, യേശു അവരുടെ ജീവിതത്തിലേക്ക് വന്നുള്ള സന്തോഷം അല്ലെ. ആ സന്തോഷം, അവരുടെ ദാരിദ്ര്യം എല്ലാം അവര് എത്തിച്ചിരിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ധാരാളമായിട്ട് കൊടുക്കുന്നതിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ പോള് തീത്തോസ് വഴി, ടൈറ്റസ് വഴി എന്താ പറയാ, ഇവിടെ കൊരിന്ത്യയിലെ സഭയില് ആരംഭിച്ച അതേ ആ ധർമ്മശേഖരം അതിനി നിങ്ങളത് നടത്തണം എന്നിങ്ങനെ പറയുമല്ലോ. അതിങ്ങനെ കുറച്ച് സ്ലോ ഡൗൺ ആകരുത്, പക്ഷെ അത് നിങ്ങൾ ഫുൾഫിൽ ചെയ്യണം എന്ന്, നിവർത്തിക്കണം എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ഇവിടെ പറയുക 7-ാമത്തെ വാക്കിൽ, നിങ്ങൾ എല്ലാ കാര്യത്തിലും നിങ്ങൾ മികവുറ്റവരാണ്, പക്ഷെ ഈ കാര്യത്തിലും കൂടെ നിങ്ങൾ മികവുറ്റവരായിരിക്കണം അല്ലെ. കൊടുക്കുക എന്നുള്ള കാര്യത്തില് മികവുറ്റവരായിരിക്കണം. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കിയേ, കൊടുക്കുക എന്നുള്ള ദൈവത്തിന്റെ എന്താ പറയുക, ദൈവത്തിന്റെ ഇഷ്ടമാണ്.
അല്ലെ? കാരണം ദൈവത്തിന്റെ സ്വഭാവമാണ്, കൊടുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ സ്വഭാവമാണ്. തന്റെ പുത്രനെ പോലും എന്താ പറയാ സ്പെയർ ചെയ്യാത്ത ദൈവമാണ്. തന്റെ പുത്രനെ പോലെ എന്താ പറയാ ആദരിക്കാതെ നമ്മൾക്ക് വേണ്ടി, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി വിട്ടു തന്ന, ബലി കൊടുത്ത ഒരു ദൈവമാണ്. റോമകേസ് ലേഖനത്തിലെ 8-ാമത്തെ ചാപ്റ്ററിന്റെ 32-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കും. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമ്മൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവനാണ് പിതാവ്. പിതാവിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ്, പുത്രന്റെ സ്വഭാവമാണ് കൊടുക്കുക എന്നുള്ളത്, അല്ലെ? അപ്പൊ നമ്മളുടെ ജീവിതത്തെ പറ്റി പറയുവാണ്, നമ്മുടെ ജീവിതത്തിന് അർത്ഥം വരണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിന് ഒരു മീനിങ്, ഒരു പർപ്പസും ഒക്കെ ഉണ്ടാകണമെങ്കിൽ, അത് നമ്മള് യേശുവിന് ഉപകാരപ്പെട്ടവരായിരിക്കും, യേശുവിന്റെ കൈകളാൽ ഉപയോഗപ്പെടുത്ത വ്യക്തികളാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു പ്രയോജനമുള്ളൂ, അല്ലെ? അത് നമ്മൾ പാവപ്പെട്ടവരായിക്കോട്ടെ, പണക്കാരായിക്കോട്ടെ, എന്ത് തരത്തിലുള്ള വിശ്വാസികളായിക്കോട്ടെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശു വിശ്വസിക്കുന്ന വിശ്വാസികൾ അവർ ഏത് തലത്തിൽ, സോഷ്യലി ഏത് തലത്തിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കട്ടെ, അല്ലെ? എന്താന്ന് പറഞ്ഞാലും ദൈവത്താൽ ഉപയോഗപ്പെടുക എന്നുള്ള വ്യക്തികൾക്ക് അവരുടെ ജീവിതം കൊണ്ട് മാത്രമേ ഉള്ളൂ പ്രയോജനമുള്ളൂ. അല്ലാതെ ഒരു കാര്യവുമില്ല. വെറുതെ സൺഡേ എന്താ പറയുക ചർച്ചിലൊക്കെ പോയി വെറുതെ നടന്നെന്ന് പറഞ്ഞു, വെറുതെ ചർച്ചിലും പോയി ഇങ്ങനെയാണ് ഒരു ജീവിതം എന്ന് പറഞ്ഞ് നടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. ദൈവത്തിന്റെ കൈകളാൽ ഉപയോഗിക്കപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ മാത്രം അവിടെ നമുക്കൊരു വിജയമുണ്ട് നമ്മുടെ ജീവിതത്തിൽ, അല്ലെ? ഞാൻ എല്ലാ ഞായറാഴ്ച ഞാൻ ചർച്ചിൽ പോയി ഞാൻ ബൈബിള് വായിക്കുന്നുണ്ട്. അതെല്ലാം വളരെ നല്ല കാര്യമാണ്, അതെല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ദൈവത്താൽ ഉപയോഗപ്പെടുത്തപ്പെടാത്ത വ്യക്തികളാണെങ്കിൽ, അല്ലെ, ദൈവത്തിന് നമ്മളെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല എങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ് നമുക്കുള്ളത്, അല്ലെ? അത് വെറുതെ നഷ്ടപ്പെട്ടു പോയൊരു ജീവിതമാണ് നമുക്കത്, അല്ലെ? അപ്പൊ ദൈവത്തിന് ഉപകാരപ്പെടുന്ന വ്യക്തികളായിരിക്കും, ദൈവത്തിന്റെ കൈകളാൽ ഉപയോഗിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കും. അതാണ് ദൈവം എന്താ പറയുക നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത്. നമ്മള് ദൈവത്തിന്റെ കൈകളിലേക്ക് ഒരു എംപ്റ്റി വെസൽ പോലെ നമ്മളെ തന്നെ, അല്ലെ, താഴ്ത്തിക്കൊണ്ട് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അവൻ നമ്മളെ അവന്റെ വർക്കിനായിട്ട് നമ്മൾ ഉപയോഗിക്കും. ദൈവത്തിന്റെ വർക്കിന് ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ശക്തി കൊണ്ട്, മനുഷ്യന്റെ കഴിവുകൾ കൊണ്ട്, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട്, മനുഷ്യന്റെ മാനുഷികമായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല ദൈവത്തിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ. അത് ദൈവത്തിന്റെ വർക്കിന് ദൈവത്തിന്റെ കൃപ നമുക്ക് തന്ന്, അത് ഗ്രേസ് ഓഫ് ഗോഡ് നമ്മൾക്കുണ്ടായിരിക്കണം. പിന്നെ എന്താ പറയണേ, ദൈവം തരുന്ന റിസോഴ്സസ്, അല്ലെ, ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ആവശ്യമുള്ള പണം വേണം, അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ദൈവത്തിൽ നിന്ന് വരണം. എങ്കിൽ മാത്രമുള്ള ദൈവത്തിന്റെ വർക്ക് നടന്നു പോകും. അല്ലെങ്കിൽ വെറും മനുഷ്യന്റെ വർക്കായി പോയി. നമ്മൾ ദൈവത്തിനോട് ചെയ്യുന്നതാണെങ്കിൽ പോലും മനുഷ്യന്റെ വർക്കായി പോയി. പക്ഷെ ദൈവത്തിന്റെ ഒരു വർക്ക് നടക്കണമെങ്കിൽ അത് ദൈവം തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം, അല്ലെ? അപ്പൊ ദൈവത്തിന്റെ വർക്ക് നടക്കുന്നതിന് വേണ്ടിയുള്ള കൃപ ദൈവം തന്നിരിക്കും. ഇവിടെ ദൈവം പറയുവാണ്, സഹോദരന്മാരെ, മക്കെദോന്യ സഭയ്ക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ നിങ്ങളെ അറിയിക്കുന്നു, അല്ലെ? അപ്പൊ ജനറോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാനുള്ളത്, മറ്റുള്ളവരുടെ ഔദാര്യം കാണിക്കുക എന്നുള്ളത് ദൈവകൃപയാണെന്ന് പറഞ്ഞിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ദൈവകൃപയാണെന്ന് പറഞ്ഞിരിക്കുന്നു വെച്ച് കഴിഞ്ഞാല്, കൊടുക്കാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ ദൈവകൃപയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഗ്രേസ് ഓഫ് ഗോഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ദൈവത്തിന് ഇഷ്ടപ്പെട്ടൊരു വർക്കാണ്, അല്ലെ? ദൈവത്തിന്റെ വർക്കാണത്. ദൈവത്തിന്റെ രാജ്യത്തിന്റെ എക്സ്പാൻഷന് വേണ്ടി, ദൈവത്തിന്റെ രാജ്യം ഈ ലോകത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മളെപ്പോലുള്ള ആൾക്കാര് വളരെയധികം കൊടുക്കുന്നവരായിരിക്കണം, അല്ലെ? നമ്മൾ ജനറസ് ആയിട്ടുള്ള ആൾക്കാർ ആയിരിക്കണം. അത് ദൈവത്തിന്റെ വർക്കാണ് അത്, അല്ലെ? അപ്പൊ ഓരോ ചർച്ച നടത്തിക്കൊണ്ട് പോകുന്നതിനും, ഓരോ ഔട്ട്റീച്ച് നടത്തുന്നതിനും, ഓരോ കൺവെൻഷൻസ് നടത്തുന്നതിനും ചെലവുകളുണ്ട്, ഓരോ കാര്യത്തിനും ചെലവുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ മനസ്സറിഞ്ഞു ചെയ്യുന്ന വ്യക്തികളായിരിക്കും, ദൈവത്തിന്റെ വർക്കാണ്. അപ്പൊ ദൈവത്തിന്റെ വർക്ക് എന്നതിനുവേണ്ടി കൃപ ആവശ്യമുണ്ട്, അല്ലെ? അപ്പൊ ജെറുസലേമിലെ എന്താ പറയാ വിശ്വാസികൾക്ക് അവർക്ക് ആവശ്യത്തിലുള്ള പണമില്ല. അപ്പൊ അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ മക്കതോന്യയിലുള്ള സഭക്കാര് ചർച്ചുകള് കൊടുക്കാൻ അവർ തയ്യാറാണ്. ഇവരുടെ കയ്യിൽ ഒന്നുമില്ല, അവര് കഷ്ടപ്പാടിന് നടുക്കൂടെ അവർ കടന്നു പോകണം. എങ്കിൽ പോലും ഞങ്ങളും കൂടെ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോളിനെ അവർ നിർബന്ധിക്കുവാണ്, അല്ലെ? ഞങ്ങളൂടെ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഏർജ് ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സാണ്, അവരുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ദൈവത്തിന്റെ കൃപ അത് അങ്ങനെയാണ്, ഗ്രേസ് ആണ്, അല്ലെ? അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടമാണ് അവരെ തന്നെ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുക എന്നുള്ളതും അവരെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുള്ള ആ ദൈവത്തിന്റെ ഒരു ഇഷ്ടമാണ്. അതനുസരിച്ച് അവർ മുമ്പോട്ട്
പോവുകയാണ് അല്ലെ. ദൈവം ഈ ഒട്ടും പ്രാപ്തിയില്ലാത്ത ഒട്ടും ഇല്ലാത്ത സഭയെ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ, പണക്കാര് ആയിട്ടുള്ള സഭകൾ വേറെ ഉണ്ടെങ്കിൽ പോലും, പക്ഷെ ഒന്നുമില്ലാത്ത ഈ സഭയെ ഉപയോഗിക്കുന്നു പറയുമ്പോ, അപ്പൊ ഒന്ന് വിചാരിച്ചു ദൈവത്തിന്റെ ഈ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി, മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള ആ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി താല്പര്യം കാണിച്ച വ്യക്തികളാണ് അല്ലെ. നമ്മള് ദൈവം നമ്മളെ ഉപയോഗിക്കും ദൈവത്തിന്റെ വർക്കിനായിട്ട് അല്ലെ. ദൈവത്തിന്റെ വർക്കിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ, ഹാർവസ്റ്റ് ഒരുപാടാണ്, കൊയ്ത്ത് വളരെയധികമാണ്, പക്ഷെ വർക്കേഴ്സ് ഇല്ലാത്ത ഒരു കിങ്ഡമാണ് ദൈവത്തിന്റെ കിങ്ഡം അല്ലെ. നമ്മളെ തന്നെ കൊടുക്കാനും, നമ്മളെ തന്നെ ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു, ദൈവം ഞാൻ അങ്ങ് എന്തോ പറഞ്ഞാൽ ചെയ്യാൻ സമ്മതമാണ് എന്ന് ഒരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരെ ദൈവം ഉപയോഗിക്കുക തന്നെ ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ കൃപ കൊണ്ട് നമ്മൾ നിറയ്ക്കും, ദൈവത്തിന് ആവശ്യമുള്ള രീതിയിൽ നമ്മളെ മാറ്റിയെടുക്കും അല്ലെ. നമുക്ക് ദൈവത്തിന് വർക്ക് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള എന്തൊക്കെ കാര്യങ്ങൾ വേണം അല്ലെ, ഹെൽത്ത് ആണ് ഹെൽത്ത്, പണമാണ് പണം, എന്താന്ന് പറഞ്ഞാലും ആവശ്യമുള്ള സകല ദൈവം തരുകയും ചെയ്യും. ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്യാം, നമ്മളെ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്താൽ മതി അല്ലെ. അപ്പൊ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് അല്ലെ, കൊടുക്കാനുള്ള മനസ്സ് അത് നമ്മൾ കാണിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മൾ വഴി ചെയ്യാൻ, ആ വർക്ക് ചെയ്യാൻ ദൈവത്തിന് താല്പര്യമാണ്. മറ്റുള്ളവർ കൊടുക്കുക എന്ന് പറഞ്ഞാല് നമ്മുടെ ഔദാര്യമല്ലത്, ദൈവം തന്റെ രാജ്യത്തെ എക്സ്പാൻഡ് ചെയ്യുന്നതാണ്, തന്റെ രാജ്യത്തെ വളർത്തുന്നതാണ് ഈ ലോകത്ത്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക അല്ലെ. അത് അങ്ങനെ ദൈവത്തിന്റെ രാജ്യത്തിനോട് നിൽക്കാൻ തയ്യാറുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള കൃപ ദൈവം കൊടുക്കുകയും ചെയ്യും. മക്കെദോന്യ സഭയെ കൊടുത്തപോലുള്ള കൃപ ദൈവം നൽകുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ നമുക്കറിയാം, എന്താ പറയണേ, ഇതേ കൊരിന്ത്യർക്ക് തന്നെ 9ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നു, കൊടുക്കുന്ന വ്യക്തികളാണ് ദൈവത്തിന് താല്പര്യം അല്ലെ. കുറച്ച് വിതയ്ക്കുന്നവരാണെങ്കിൽ കുറച്ച് നമ്മൾ കൊയ്യത്തുള്ളൂ, ധാരാളമായിട്ട് വിതയ്ക്കുന്ന വ്യക്തികളാണ് നമ്മൾ ധാരാളമായിട്ട് കൊയ്യുക തന്നെ ചെയ്യും അല്ലെ. മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ആൾക്കാരെയാണ് ദൈവത്തിന് താല്പര്യം. നമ്മൾ എന്താണ് കൊയ്യുന്നത് അത് മാത്രമേ എന്താണ് വിതയ്ക്കുന്നത് അത് മാത്രമേ നമ്മൾ കൊയ്യാൻ പോകുന്നുള്ളൂ അല്ലെ. നമ്മള് മനസ്സറിഞ്ഞു കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ മനസ്സറിഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി കൂടെ നമ്മളെ ദൈവം പ്രാപ്തമാക്കും. ഇപ്പൊ 10ാമത്തെ 11ാമത്തെ 9ാമത്തെ സെക്കൻഡ് കൊരിന്ത്യർ 2ാമത്തെ കൊരിന്ത്യന്റെ 9ാമത്തെ ചാപ്റ്ററിന്റെ 10ഉം 11 ഇങ്ങനെ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്താ പറയുക, വിതയ്ക്കുന്നവന് വിത്ത് കൊടുക്കുന്ന ദൈവം അല്ലെ, പശിപ്പൻ ആഹാരം നൽകുന്നതും ദൈവം തന്നെയാണ്, ബ്രെഡ് ഉണ്ടാക്കുന്നതിനും അതിനും പ്രാപ്തിയാക്കുന്ന ദൈവം തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരാകുമ്പോ നമ്മൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനും നമ്മൾക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ദൈവം തന്നെ തരും. ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി, നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ താല്പര്യമാണെങ്കിൽ അല്ലെ, ദൈവത്തിന് നമ്മളൊന്ന് കാണിച്ചു കൊടുക്കാൻ താല്പര്യമാണ്, നമ്മൾ വിശ്വസ്തരാണ് അല്ലെ, ദൈവത്തിന്റെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി വിശ്വസ്തരാണെന്ന് കാണിച്ചു കൊടുക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെ, അങ്ങനെയുള്ള വ്യക്തികളാണ് ദൈവത്തിന്റെ ആ വർക്ക് നടക്കുക തന്നെ ചെയ്ത് നമ്മളെ വഴി അല്ലെ. അപ്പൊ നമ്മളെ ആ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളെ പ്രാപ്തരാക്കും ദൈവം, നമ്മളെ അനുഗ്രഹിക്കും ദൈവം അല്ലെ. ഒരു അനുഗ്രഹമായി തീർക്കുന്നതിന് വേണ്ടി നമ്മളെ അനുഗ്രഹിക്കുക. പക്ഷെ കൊടുക്കുക എന്നുള്ളത് പറഞ്ഞാല് ഒട്ടും അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല മിക്കവാറും ആൾക്കാർക്ക് അല്ലെ. കൊടുക്കുക എന്നുള്ളത് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കി, അതിന് കൊടുക്കുന്നതിന് വേണ്ടി ദൈവം കൃപ കൊടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ കൃപ കൊടുക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വർക്കാണ്, മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറഞ്ഞു ദൈവത്തിന്റെ വർക്കാണ്. യാക്കോബ് ഇത് ലേഖനത്തിലേക്ക് വരുമ്പോൾ 1ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന് ഏറ്റവും പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ 1ാമത്തെ ചാപ്റ്റർ 27ാമത്തെ വാക്യം പറഞ്ഞു, പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായിട്ടുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനാഥരെയും വിധവന്മാരെയും അവിടെ സങ്കടത്തിൽ ചെന്ന് കാണുകയും ലോകത്താലുള്ള കളങ്കം പറ്റാത്തവരും തന്നെത്താൻ കാത്തുകൊള്ളുന്നവരും ആയിരിക്കുക അല്ലെ. ഇങ്ങനെയാ പറഞ്ഞിരിക്കുക. ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ പിതാവിന് ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സ്വീകാര്യമായിട്ടുള്ള അല്ലെ, ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ഒരു എന്താ പറയാ, ബ്ലെയിംലെസ് ആയിട്ടുള്ള നിർമ്മലമായിട്ടുള്ള ഒരു റിലീജൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഭക്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അവിടെ മതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, വിധവകളെയും അനാഥരെയും അവരെ ചെന്ന് കാണുകയും അവർക്ക് ആവശ്യത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക. പിന്നെ തങ്ങളെ തന്നെ ഈ ലോകത്തിന്റെ കളങ്കത്തിലാക്കി വെക്കാതിരിക്കുക അല്ലെ. ലോകം കൊണ്ടുവരുന്ന കളങ്കത്തിന് പാത്രം
പാത്രങ്ങളാകാതിരിക്കുകയും ചെയ്യുക. അപ്പൊ വിധവകളെയും എന്താ പറയാ ഒന്നുമില്ലാത്തവര് അല്ലെ, പിതാക്കന്മാരില്ലാത്തവരും അനാഥരെയും ചെന്ന് കാണുകയും അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക അല്ലെ. അതാണ് ദൈവത്തിന് ഏറ്റവും താല്പര്യമുള്ള ഭക്തി എന്നാ പറഞ്ഞിരിക്കുന്നത്. കൊടുക്കുന്നവരായിരിക്കും അല്ലെ. പിന്നെ നമുക്കറിയാം സദൃശവാക്യങ്ങൾ 19ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 17ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത് അല്ലെ, ഒന്നുമില്ലാത്തവരെ കൺസിഡർ ചെയ്യുന്ന വ്യക്തികൾ. എളിയവന് കൃപ കാട്ടുന്നത് യഹോവയ്ക്കാണ് വായ്പ കൊടുക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ കൊടുക്കുക എന്നുള്ള ദൈവത്തെ പറയുന്ന കാര്യം. അപ്പൊ നീ കുറച്ചങ്ങ് കൊടുത്തോ എന്നല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. നീ കൊടുക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ അല്ലെ, നീ എളിയവർക്ക് കൊടുക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ നീ എന്താ ചെയ്യുന്ന വെച്ചാൽ നീ എനിക്കാണ് വായ്പ തരുന്നത്. അപ്പൊ ദൈവം ആർക്കും കടക്കാരനല്ല അല്ലെ. നമ്മൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ദൈവം ഒരു വ്യക്തിക്ക് പോലും കടക്കാരനല്ല അല്ലെ. നമ്മളൊരു ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളാണ് നമ്മളെങ്കിൽ അതിനും കൂടെ ദൈവം പകരം തരുന്ന വ്യക്തിയാണ് നമ്മുടെ ദൈവം. ഒന്ന് വിചാരിച്ചു നോക്കുക അല്ലെ. ദൈവത്തിന്റെ വർക്ക് നമ്മൾ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ, അത് ഒരിക്കൽ പോലും നഷ്ടപ്പെട്ടു പോകുന്ന വർക്കല്ല, ഒരിക്കൽ പോലും പ്രതിഫലമില്ലാത്ത വർക്കല്ല അല്ലെ. ദൈവം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, റെവലേഷനിലെ വെളിപാടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു. 14ാമത്തെ ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 13ാമത്തെ വാക്ക്, നമ്മൾ ദൈവത്തിൽ എന്ത് ചെയ്യുന്നോ ആ വർക്ക് നമ്മളെ ഫോളോ ചെയ്യും അല്ലെ. ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്ന വർക്ക് നമുക്ക് ഫോളോ ചെയ്യും. ഈ ലോകത്തില് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാലും, എത്രമാത്രം പണക്കാരാന്ന് പറഞ്ഞാലും, എത്രമാത്രം വലിയ എന്താ പറയാ ഡോക്ടറാന്ന്, എഞ്ചിനീയർ, IAS ഓഫീസറാന്ന്, അവരാന്ന് ഇവരാന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ മലമറിക്കുന്ന തരത്തിലുള്ള വർക്ക് ചെയ്തവർ, എത്ര വലിയ ഫേമസ് ആണെന്ന് പറഞ്ഞാൽ, എത്രമാത്രം പണമുള്ളവരാക്ക് ആണെന്ന് പറഞ്ഞാലും, എത്രമാത്രം പദവിയും പേരും ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തികളാന്ന് പറഞ്ഞാൽ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകേണ്ട ഒരു ദിവസം വരും അല്ലെ. പക്ഷേ യേശുക്രിസ്തു നമ്മൾ ചെയ്യുന്ന സകല വർക്കുകളും, യേശുക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്ന സകല വർക്കുകളും, ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന സകല വർക്കുകളും നമുക്ക് എണ്ണി 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 നമ്മുടെ കൂടെ ദൈവം കൂട്ടും അല്ലെ. ദൈവം അത് നമ്മൾക്ക് കൊണ്ടുപോകാം അല്ലെ, നമ്മുടെ മരണത്തിന് ശേഷം. അപ്പൊ അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എളിയവനോട് കൃപ കാണിച്ചാൽ അത് എനിക്ക് നിങ്ങൾ വായ്പ തരികയാണ്. കൊടുക്കുന്നവരായിരിക്കണം. കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടെ പറയുക, അത് ദൈവത്തിന്റെ വർക്കാണ്. അതിനൊരിക്കൽ പോലും ഒരു മുട്ടുവരുത്തുന്ന വ്യക്തികൾ ആയിരിക്കരുത് അല്ലെ. കൊടുക്കുക എന്ന് പറഞ്ഞ് മറ്റുള്ളവർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എല്ലാവർക്കും അല്ലെ. പക്ഷെ മനസ്സിലാക്കുക ഒരു കാര്യം, നമ്മള് ദൈവത്തിന്റെ വർക്കാണ് നമ്മൾ നോന്ന് പറയുന്നത് അല്ലെ. ഓ എന്റെ കാശ് പോകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ, നമ്മളുടെ കാശ് പോകുമല്ലോ, ഞാൻ കൊടുത്തു കഴിഞ്ഞ് എനിക്ക് കുറവ് വരുമല്ലോ എന്ന് നമ്മൾ ഓർത്ത് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾക്ക് അനുഗ്രഹിക്കപ്പെട്ടവരാകാനുള്ള ഒരു ചാൻസ് നമ്മളായിട്ട് തന്നെ നശിപ്പിച്ചു കളയുന്നത് അല്ലെ. വിതയ്ക്കുന്നവന്റെ കയ്യിൽ ദൈവം വിത്ത് കൊടുക്കുക തന്നെ ചെയ്യും. അത് മനസ്സിലാക്കുക. വിതയ്ക്കുന്നവന്റെ കയ്യിൽ ദൈവം വിത്ത് കൊടുക്കുക തന്നെ ചെയ്യും അല്ലെ. വിതയ്ക്കുന്നവരായിരിക്കണം നമ്മൾ. അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്. വിതയ്ക്കാനുള്ള ദൈവത്തിന്റെ കൃപ ഗ്രേസും തന്നിരിക്കും, വിതയ്ക്കാനുള്ള വിത്തും കയ്യിൽ തന്നിരിക്കും. വിതയ്ക്കുക മാത്രം ചെയ്താൽ മതി അല്ലെ. അത് തന്നെയാ പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങള് എന്താ പറയാ, നിങ്ങൾ സകല കാര്യത്തിൽ, നിങ്ങൾ വിശ്വാസത്തിന്റെ കാര്യത്തിൽ, വചനത്തിന്റെ കാര്യം, പരിജ്ഞാനത്തിന്റെ കാര്യത്തിൽ പൂർണ്ണ ജാഗ്രത അല്ലെ, സ്നേഹത്തിന്റെ, അങ്ങനെ എല്ലാ കാര്യത്തിലും നിങ്ങൾ മുൻപന്തിയിലിരിക്കുന്ന ആൾക്കാരെ. പക്ഷെ ഈ ഒരു കാര്യം അല്ലെ, ധർമ്മകാര്യത്തിൽ നിങ്ങൾ മുൻപന്തിയിലായിരിക്കണം അല്ലെ. അല്ലെങ്കിൽ നിങ്ങള് എന്താ പറയാ വേറെ ബാക്കി എല്ലാ കാര്യത്തിലും നിങ്ങൾ മുൻപന്തിലാണെങ്കിൽ എന്താ, ഈ ധർമ്മത്തിന്റെ കാര്യത്തിൽ, നിങ്ങൾ കൊടുക്കുന്നതിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇച്ചിരി പിൻപന്തിയിലാണെങ്കിൽ അത് കാണിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവത്തെ നിങ്ങളുടെ സ്നേഹം അത്രയ്ക്ക് പരിപൂർണമായിരിക്കുന്ന ഒരു സ്നേഹമല്ല എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടുപേരെ ഒരുമിച്ച് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. പണത്തിനെയും ദൈവത്തെ ഒരുപോലെ സെർവ് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മള് കൊടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ആ പണമാണ് നമ്മളെ ഭരിക്കുന്നതെന്ന് ചുരുക്കം അല്ലെ. നമ്മൾക്കത് വിട്ടുകളയാൻ താല്പര്യമില്ലാത്തത്. അപ്പൊ അങ്ങനെയാകുമ്പോ ദൈവത്തെ പ്രീതിപ്പെടുത്തണമെങ്കിൽ നമ്മള് എന്താ പറയുക, പണത്തെ ആരാധിക്കുന്ന വ്യക്തികൾ ആയിരിക്കും അല്ലെ. നമ്മളപ്പോ ഒരു കാര്യം മനസ്സിലാക്കുക, കൊടുക്കുക എന്ന് പറഞ്ഞാല് അതൊരു ആരാധനയാണ്. കൊടുക്കുന്നത് ആരാധനയാണ് അല്ലെ, വർഷിപ്പാണ്. ഒന്ന് വിചാരിച്ചു നോക്കി, എബ്രഹാമിന്റെ കാര്യം ഒന്ന് വിചാരിച്ചു. അതിനു മുമ്പായിട്ട് നമ്മുടെ ദൈവം സ്വന്തം പുത്രനെ തന്നതാണ് അല്ലെ. പിന്നെ എബ്രഹാമിന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കിയേ. എബ്രഹാം തന്റെ മകനായ ഐസക്കിന് ദൈവത്തിന് കൊടുക്കുന്നതിന് വേണ്ടി മോറിയ മലയിലേക്ക് പോകുമ്പോൾ തന്റെ വേലക്കാര് അല്ലെ, സെർവൻസ് ആയിരുന്നവരോട് പറഞ്ഞത്, നിങ്ങളിവിടെ നിൽക്ക്, ഞാനും ഈ ചെക്കനും ചെന്നിട്ട് ദൈവത്തിനെ വർഷിപ്പ് ചെയ്തിട്ട് വരാന്നാ പറഞ്ഞിരിക്കുന്നത്
അല്ലെ, ആരാധിച്ചിട്ട് വരാം. അപ്പൊ എന്ന് പറയുമ്പോ അത് കൊണ്ടുപോകുന്ന എന്ത് കാര്യത്തിന്, ഐസക്കിന് കൊണ്ടുപോകുന്ന ബലി കൊടുക്കുന്നതിന് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് അല്ലെ. അതൊരു പ്രൊക്ലമേഷൻ ആണ്, പ്രൊഫറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ എബ്രഹാം ചെയ്യുന്നത് അല്ലെ. ആ ഐസക്കിന്റെ തോളിലേക്ക് അല്ലെ ആ തന്നെ ബലി കൊടുക്കാനുള്ള ആ തടിയും ചുള്ളിക്കമ്പുകളും എല്ലാം കൂടെ എബ്രഹാം എടുത്തു വെച്ചു കഴിഞ്ഞപ്പോ അത് ഐസക് അതും കൊണ്ട് വഹിച്ചുകൊണ്ട് ആ മലയിലേക്ക് പോകുന്നത്, അത് യേശുക്രിസ്തു തന്റെ ക്രോസും കൊണ്ട് പോകുന്നത് പോലെ തന്നെ അല്ലെ. അതിന്റെ ഒരു സിമ്പലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇനി വരാൻ പോകുന്നതിനെ പറ്റി, ഇപ്പൊ സ്വന്തം മകനെ പിതാവ് ബലി കൊടുക്കാൻ പോകുന്നു എന്ന് എബ്രഹാം വഴി ദൈവം കാണിക്കുകയാണ് ചെയ്തത് അല്ലെ. അപ്പൊ അവിടെ എബ്രഹാം ഇങ്ങനെ തന്റെ കൂടെ വന്ന കൂട്ടാളികളായിട്ടുള്ളവരോട് അല്ലെ, തന്റെ സെർവൻസിനോട് പറഞ്ഞത്, നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാനും ഈ എന്റെ പുത്രനും കൂടെ പോയിട്ട് ദൈവത്തെ ആരാധിച്ചിട്ട് വരും അല്ലെ, കൊടുക്കാൻ പോവാണ് അവിടെ. അതിനുശേഷം ഐസക്ക് ചോദിക്കുമ്പോ ഐസക്ക് എബ്രഹാമിനോട് ചോദിക്കുമ്പോൾ എബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട്, ബലി കൊടുക്കാനുള്ള ആടിനെ ദൈവം തരും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ബലി കൊടുക്കാൻ തയ്യാറായാൽ മതി അല്ലെ, നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ മതി. അതിന്റെ ഉള്ള പ്രൊവിഷൻ തരുന്നത്, റിസോഴ്സസ് തരുന്നത്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തരുന്നത് ദൈവമാണ് അല്ലെ. ആടിനെ ദൈവം കൊടുക്കുക തന്നെ ചെയ്തു എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം. എന്ന് പറഞ്ഞ പോലെയാണ്, നമ്മൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ കൊടുക്കാനുള്ള കാര്യങ്ങൾ തരുന്നത് ദൈവമാണ്. അപ്പൊ നമ്മളായിട്ട് എന്താ പറയുക, ദൈവത്തിന്റെ വർക്ക് എന്താ പറയുന്നത്, മുമ്പോട്ട് പോകാനുള്ള തടസ്സമായിട്ട് നിൽക്കരുത് അല്ലെ. കൊടുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ എന്താ പറയുക, അത് ഇഷ്ടത്തിന് പ്രകാരമുള്ളതാണ്. ഇപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതൊരു വർഷിപ്പാണ്, ദൈവത്തെ ആരാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന വ്യക്തികൾക്ക് അല്ലെ, അത് അവർക്ക് ദൈവത്തിന് നന്ദി പറയാനുള്ള ഒരു അവസരമാണ്, ദൈവത്തിന് ഗ്ലോറിഫൈ ചെയ്യാനുള്ള ഒരു അവസരമാണ് അല്ലെ. അതോടൊപ്പം നമുക്കൊരു അനുഗ്രഹമാണ്, നമ്മളെയും ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അല്ലെ. നമുക്കറിയാം, നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു കഴിവുണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ അബിഗേലിന്റെ നേബലിന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കുക. ഡേവിഡിനും കൂട്ടാളികൾക്കും ഭക്ഷണം കൊടുക്കാൻ നബ്ബാലും നേബലും അയാൾ ഒത്തിരിമാത്രം പണം ഉണ്ടെങ്കിൽ പോലും അയാൾ അതിനൊന്നും തയ്യാറായിരുന്നില്ല. പക്ഷെ അബിഗേലിന് ബുദ്ധിയുള്ളവരായിരുന്നു അല്ലെ. അബിഗേലിന് ബുദ്ധി ഉള്ളത് കൊണ്ട് നേബലിനെ ഡേവിഡ് കൊല്ലും എന്നുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും അബിഗേല് ആവശ്യത്തിന് അനുസരിച്ച് കൊടുക്കാൻ തയ്യാറായിരുന്നു അല്ലെ. ഒരുപാട് ജനറസ് ആയിട്ട് കൊടുക്കാൻ അല്ലെ, ഡേവിഡിന് കൂട്ടാളുകൾക്കുള്ള ഭക്ഷണം കൊടുക്കാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെ അബിഗേല് ജീവിച്ചിരുന്നു, മനോഹരമായിട്ടൊരു ജീവിതം അബിഗേലിന് കിട്ടുകയും ചെയ്തു. പക്ഷെ നേബലിന്റെ കാര്യം എന്തായിപ്പോയി, നേബില് പെരിഷ് ചെയ്ത് പോവുക തന്നെ ചെയ്തു അല്ലെ, മരിച്ച് അത് അല്ലെ പോവുക തന്നെ ചെയ്തു. അപ്പം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ജീവിതം പോകേണ്ട വഴി കൂടെ ദൈവം അതിനെ ഒഴുകിക്കൊണ്ട് പോവുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ കയ്യിൽ എന്താ പറയാ, ഒരു ആയുധം പോലെ ദൈവത്തിന് എവിടെയൊക്കെ ഉപയോഗിക്കുന്ന, ഏതൊക്കെ വഴിക്കൂടെ നമ്മൾ കൊണ്ടുപോകണം, അതെല്ലാം ദൈവം ചെയ്യുക തന്നെ ചെയ്യുമല്ലോ. അല്ലാതെ നമ്മൾ ദൈവത്തിന്റെ വർക്ക് നടത്താതെ ദൈവത്തിന്റെ വർക്ക് ബ്ലോക്ക് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള വ്യക്തികളായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അവിടെ തന്നെ നിന്നു പോകും അല്ലെ. ജീവിതത്തിന് മുമ്പോട്ട് ഒരു ഒഴുക്കം ഉണ്ടാകത്തില്ല. നമ്മൾ സ്പിരിച്വൽ കാര്യത്തിന്റെ കാര്യമാണ് പറയുന്നത് അല്ലെ. സ്പിരിച്വൽ ലെംസിൽ നമുക്കൊരു ഒഴുക്കുണ്ടാകത്തില്ല, നമ്മൾ അവിടെ തന്നെ നിന്നു പോകും അല്ലെ. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യാത്ത വ്യക്തികളാണ് നമ്മൾ അവിടെ തന്നെയായിരിക്കും. സ്പിരിച്വൽ ഗ്രോത്ത് നമുക്ക് ഉണ്ടാകത്തില്ല അല്ലെ. അബിഗേലിന്റെ കാര്യം തന്നെ ഓർത്ത് നോക്കിയേ, ഫിസിക്കലി അവർക്ക് ഗ്രോത്ത് ഉണ്ടായി അല്ലെ, സ്പിരിച്വൽ തന്നെയല്ല, ദൈവത്തോട് അടുക്കാൻ സാധിച്ചു എന്നത് തന്നെയല്ല, പക്ഷെ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് തന്നെയല്ല, അവർക്ക് ഫിസിക്കലി അവർക്ക് എന്താ പറയാ, അവർക്ക് ഒരുപാട് പ്രോസ്പെരിറ്റി ഉണ്ടായി അല്ലെ. നാബേൽ അല്ലെങ്കിൽ നെബേൽ അല്ലെ, അയാളുടെ നേബൽ എന്നുള്ള മോശപ്പെട്ട വ്യക്തിയുടെ വൈഫായിട്ട് ഇരിക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമായിരുന്നു ദൈവത്താൽ അറിയപ്പെടുന്ന വ്യക്തിയായിട്ടുള്ള ഡേവിഡിന്റെ വൈഫായിട്ട് ഇരിക്കാൻ പറ്റുന്നത് അല്ലെ. അങ്ങനെ ദൈവത്തിന്റെ കൃപയ്ക്ക് പാത്രമായി തീർന്ന ഒരു വ്യക്തിയാണ് അബിഗേൽ. ദൈവത്തെ എന്താ പറയാ, ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് അബിഗേൽ അല്ലെ. ദൈവം അറിഞ്ഞ് അനുഗ്രഹിച്ച ഒരു വ്യക്തിയാണ് അബിഗേൽ. അപ്പൊ നമ്മള് സ്പിരിച്വലി നമുക്ക് ഗ്രോത്ത് ഉണ്ടാകണമെങ്കിലും ഫിസിക്കലി ഗ്രോത്ത് ഉണ്ടാകണമെങ്കിലും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യുക എന്നുള്ളതല്ല, ദൈവത്തിന്റെ വർക്ക് ബ്ലോക്ക് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യം ചെയ്യുന്ന വ്യക്തികൾ ആകരുത്. അപ്പൊ കൊടുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ള കാര്യമാണ്. അപ്പൊ കൊടുക്കുന്ന വ്യക്തികളായിരിക്കാം, ദൈവത്തിന്റെ വർക്ക് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കുന്നത്, എത്ര സമയത്ത് നന്ദി
പറയുന്നു കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് മാസ്റ്റർ കർത്താവെ. അങ്ങയുടെ സ്നേഹത്തോട് നന്ദി പറയുന്നു കർത്താവ്. കൊടുക്കാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് ഉണ്ടാണെന്ന് അപേക്ഷിക്കുന്നു. മക്കതോന്യ സഭയ്ക്ക് അങ്ങ് ചെയ്തു കൊടുത്ത ആ ഒരു കൃപ, ദൈവത്തിന്റെ കൃപ, മക്കതോന്യ സഭയിൽ അങ്ങ് ഡിപ്പോസിറ്റ് ചെയ്ത കൃപ കർത്താവ് ഞങ്ങൾക്കും തന്നെ അപേക്ഷിക്കുന്നു കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഇന്ന് കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട്ട് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്ന യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇന്ന് കേട്ട ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ.